എല്ലാ പ്രേക്ഷകർക്കും വിദേശ വാർത്താ രംഗത്തിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ യുദ്ധം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചാക്രമിക്കുന്നു. ഈ യുദ്ധം തുടരുകയാണ്. അവസാനം ഹോർമീസ് കടലിടുക്കിൽ അതിശക്തമായ ഒരു നിയന്ത്രണം ഇറാൻ വെച്ചതോടുകൂടി മറ്റൊരു രാജ്യത്തിൻ്റെയും കപ്പലുകൾ അവിടെ നിന്ന് വിടാതെ ലോകരാജ്യങ്ങളിലെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇറാൻ്റെ തന്ത്രം ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ അത്തരമൊരു തന്ത്രം ഇറാൻ പ്രയോഗിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെ ചതി ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. കാരണം ലോകത്തെ മുഴുവനും രാജ്യങ്ങളുടെയും ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഹോർമീസ് കടലിടുക്കിലെ ഈ ആക്രമണങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ കപ്പൽ മാർഗം തടയൽ കാരണമാകുമെന്നിപ്പോൾ അമേരിക്ക മനസ്സിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായൊരു കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനിപ്പോൾ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തിലുണ്ടായിരുന്ന രീതിയല്ല ഇറാൻ യുദ്ധത്തിലും പ്രതിരോധത്തിലും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള ആക്രമണവും വലിയ തരത്തിലുള്ള ആൾനാശവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തത ഇസ്രായേൽ, അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിരോധ സംവിധാനങ്ങൾ തളർന്നപ്പോൾ കൂടുതൽ ആക്രമണങ്ങളായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ടെല്ലവീവ് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സംവിധാനങ്ങളിലേക്കും ഇറാൻ്റെ ആക്രമണം തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അമേരിക്കൻ സംവിധാനങ്ങളിലേക്കുള്ള ആക്രമണം കുറച്ചുകൊണ്ട് ഇസ്രായേലിനെ കൃത്യമായി ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ, ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് പോലും കൃത്യമായി പുറംലോകം അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഒക്കെ പുറത്തുവിട്ടു. പക്ഷേ ആ വീഡിയോ AI നിർമ്മിതമാണെന്നും മറ്റും പറഞ്ഞുള്ള വാർത്തകളും വ്യാജ വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. നെതന്യാഹു നേരിട്ട് ഒരു പബ്ലിക് പരിപാടിയിൽ പങ്കെടുത്തിട്ട് ദിവസങ്ങളായി. അങ്ങനെ ഇരിക്കുകയാണ് അവിടുത്തെ സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഈ ഹോർമീസ് കടലിടുക്കിൽ യുദ്ധം ചെയ്യുന്നതിന് തങ്ങൾക്ക് മാത്രം നടക്കില്ല, തങ്ങളെക്കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ, ഒരുപക്ഷെ ചൈനയുടെയും റഷ്യയുടെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം ട്രംപ് തേടിയിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ വാർത്തകൾ. ഇത് സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ഊർജ്ജ സുരക്ഷയുടെയും സമുദ്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു ആഗോള പരീക്ഷണമാണ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നായ ഇറാനും ഒമാനും ഇടയിലുള്ള ഈ പ്രദേശം വഴിയാണ് ലോകത്തിലെ കടൽ വഴിയുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു ഭാഗം നീങ്ങുന്നത്. ഇറാനുമായുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടന്നതോടെ ഈ പാതയിലൂടെയുള്ള ചരക്കുനീക്കം ഗണ്യമായി കുറയുകയും ഇൻഷുറൻസ് റിസ്ക് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 4/1 ഈ പാതയെയാണ് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ വിപുലമായ അന്താരാഷ്ട്ര പ്രതികരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വാഷിംഗ്ടണിന് മാത്രമല്ല, ഏഷ്യക്കും യൂറോപ്പിനും ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും അത്യാവശ്യമായ ഈ പാത സംരക്ഷിക്കാൻ അമേരിക്കയെ ഒറ്റയ്ക്ക് വിടരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് ഊർജ്ജത്തെ വളരെയധികം ആശ്രയിക്കുന്ന ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് വെറുമൊരു പ്രതീകാത്മക അഭ്യർത്ഥനയല്ല, മറിച്ച് നിലവിൽ കടലിൽ പ്രകടമായ തടസ്സങ്ങളുടെ ആഴം പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. മാർച്ച് മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ എണ്ണക്കപ്പലുകൾ ഉൾപ്പെടെ നിരവധി കപ്പലുകൾ ഈ മേഖലയിൽ കാത്തുനിൽക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസിന്റെ സംരക്ഷണം അമേരിക്കയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും അത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പങ്കിട്ട ബാധ്യതയാണെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഗൾഫ് എണ്ണയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്കുമേൽ രാഷ്ട്രീയവും നിയമപരവുമായ സമ്മർദ്ദം ഈ പ്രസ്താവനയിലൂടെ വന്നിട്ടുണ്ട്. എങ്കിലും ഒരു സജീവ യുദ്ധമേഖലയിലേക്ക് സൈന്യത്തെ അയക്കുന്നത് ആഭ്യന്തരവും ഭരണഘടനാപരവുമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. വൈറ്റ് ഹൗസ് ഇതിനെ സുരക്ഷിത പാതയ്ക്കായുള്ള കൂട്ടായ്മയായി അവതരിപ്പിക്കുമ്പോൾ മേഖലയിലെ യാഥാർത്ഥ്യം കൂടുതൽ അനിശ്ചിതത്വത്തിലാണ്. ഇറാൻ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങളെക്കുറിച്ച് ട്രംപ് നേരിട്ട് സംസാരിച്ചു. ഇറാന്റെ പ്രൊജക്ടൈൽ ശേഷി നശിപ്പിക്കുക, അവരുടെ നാവിക ശേഷി ഇല്ലാതാക്കുക, ഭീകരതയുടെ സ്പോൺസറായ അവർ ഒരിക്കലും ഒരു ആണവായുധം കൈവശം വെക്കുന്നില്ലെന്ന്
ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേവലം ഒരു സമുദ്ര സുരക്ഷാ ദൗത്യമല്ലെന്നും മറിച്ച് വിപുലമായ സൈനിക പ്രചാരണമാണെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. പല രാജ്യങ്ങളും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ പിന്തുണക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘർഷത്തിൽ ചേരുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നു. ചൈനക്ക് ഇറാനുമായി പ്രധാന ബന്ധങ്ങളുണ്ട്. ജപ്പാന്റെ വിദേശ സൈനിക ഇടപെടലുകൾക്ക് പരിമിതികളുണ്ട്. ബ്രിട്ടനും ഫ്രാൻസും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. തടസ്സപ്പെട്ട പാത വീണ്ടും തുറക്കുന്നത് അത്ര എളുപ്പമല്ല. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതത്വത്തെക്കുറിച്ച് വ്യക്തമായ ഉറപ്പ് ആവശ്യമാണ്. ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം ഉയർത്തുന്നതും വലിയ പ്രതിസന്ധിയാണ്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ വ്യാപാര പാതകൾ സംരക്ഷിക്കുന്നതിനായി മുഹാഫിസ് ഉൽ ബഹർ അഥവാ സമുദ്ര സംരക്ഷകൻ എന്ന പേരിൽ ഒരു സുരക്ഷാ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഊർജ്ജ പാത അടച്ചാൽ ഉണ്ടാകുന്ന ആഗോള ആശങ്ക ഇറാൻ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. കപ്പലുകൾ വൈകുന്നതും റൂട്ട് മാറ്റുന്നതും വഴി ഇന്ധനവില വർദ്ധിക്കുകയും ആഗോള സപ്ലൈ ചെയിൻ തകരുകയും ചെയ്യുന്നു. ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഒരു ഭൂപടത്തിലെ പോയിന്റ് മാത്രമല്ല, മറിച്ച് സൈനിക സമ്മർദ്ദവും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ആഗോള പരസ്പര ബന്ധവും ഒത്തുചേരുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകൾ തുറന്നുപിടിക്കാൻ ലോകം എത്രത്തോളം തയ്യാറാകുമെന്നത് വരും ദിവസങ്ങളിലെ സംഭവങ്ങൾ തീരുമാനിക്കും. അതായത് അമേരിക്കയ്ക്കിപ്പോൾ മനസ്സിലായി ഇരിക്കുന്നു, തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഹൊർമൂസ് കടലിടുക്കിലൊക്കെ ഉള്ള ഇറാൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളും ഇറാൻ അതിന് കൃത്യമായി നടത്തുന്ന ആക്രമണവും പ്രതിരോധവും ഇതിനെല്ലാം തടയാൻ തങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. തങ്ങൾ അങ്ങനെ പോയ കാലഘട്ടത്തിലൊക്കെ തങ്ങളുടെ നിരവധി നാവികർ, അമേരിക്കൻ നാവികർ കടലിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ട്രംപിന് പ്രത്യേകിച്ചറിയാം. അതുകൊണ്ട് യുദ്ധം താങ്കളുടെ കൈവിട്ടു പോകുന്നു. മുൻപ് ഒരാഴ്ചക്കോ 4 ദിവസത്തിനുള്ളിലൊക്കെ തീർത്ത് ഇറാനെ നാമാവശേഷമാക്കി ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കി അവിടെ നിന്ന് പോരാമെന്ന് കരുതിയ ട്രംപിന്, നെതന്യാഹുവിനൊക്കെ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഇത് ഒറ്റയടിക്ക് ഇറാനെ നേരിടാൻ കഴിയില്ല. പ്രത്യേകിച്ച് തങ്ങൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല. നിരവധി ആക്രമണങ്ങൾ ഇറാനിലും ലെബനനിലൊക്കെ നടത്തിയെങ്കിൽ പോലും ഇറാനെ തകർത്താൻ പോകുന്നത് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അവരുടെ ആയുധശേഖരങ്ങൾ, ന്യൂക്ലിയർ ഫെസിലിറ്റി അവർക്കുണ്ട് എന്ന് പറയുന്നു. അത് കണ്ടെത്താനോ എന്തിന് യുദ്ധലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതായ ഭരണമാറ്റത്തിന് പോലും സാധിച്ചിട്ടില്ല. ആയത്തുള്ള ഖുമൈനിയെ വധിച്ചു 8 മണിക്കൂറിനുള്ളിൽ യുദ്ധം തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ്റെ ആത്മീയ നേതാവിനെ വധിച്ചു എന്നതൊഴിച്ചാൽ പിന്നീട് കണ്ടത് വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ്. ഇപ്പോൾ ഈ പ്രതിരോധ മിസൈലുകളുടെ അപര്യാപ്തത സഖ്യേഷ്യ ഇസ്രായേൽ കൃത്യമായി നേരിടുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വീമ്പിളക്കി നടന്നതുപോലെയല്ല യാഥാർത്ഥ്യം. ടെല്ലവീവിലും സെൻട്രൽ ഇസ്രായേലിലേക്കൊക്കെ ഇറാൻ്റെ മിസൈലുകൾ വന്ന് പതിക്കുകയാണ്. ഇറാൻ്റെ മിസൈലുകൾ തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ കണ്ടറിഞ്ഞ് തയ്യാറാക്കിയതാണ്. 1000 കിലോ തൂക്കം വരുന്ന മിസൈലുകൾ, അതിൻ്റെ ഒപ്പം വരുന്ന ഡ്രോണുകൾ, ഇതിനെല്ലാം തടുക്കുന്നതിന് തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇസ്രായേലിനും അമേരിക്കയ്ക്കും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര സഹായം, അതും ആരുടെയൊക്കെ, ചൈനയുടെയും റഷ്യയുടെയും പോലും സഹായം തേടിയിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ ലോക വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ ഇത് തന്നെയാണ്.